ഹായ് മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ മല്ലു നെക്സസിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പം നാം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പബ്ജി കുറേ മച്ചാമാർ എന്നൊക്കെ ഡിസ്കോഡിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് എങ്ങനെ പബ്ജി പോലത്തെ ഗെയിം പി സിയിൽ എമുലേറ്റർ ഇല്ലാണ്ട് റൺ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ പബ്ജി എന്നുള്ള ഗെയിം നമുക്ക് പി സിയിൽ ഓൾറെഡി അവൈലബിൾ ആണ്, പബ്ജി പി സി ലൈറ്റ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സൈസ് എന്നുള്ളത് വളരെ വലുതാണ്. ഇതിൻ്റെ സൈസ് ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 64 ബിറ്റ് വിൻഡോസിൻ്റെ പ്രൊസസ്സേഴ്സ് വേണം. അതുപോലെ തന്നെ AMDൻ്റെ ഗ്രാഫിക്സ് കാർഡ്, 8 GB റാം, അതേപോലെ തന്നെ ഏകദേശം 16 GB ആണ് റെക്കമെൻഡ്. അതിൻ്റെ SSD സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 50 GB സ്പേസും വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത മച്ചാന്മാർക്ക് എങ്ങനെ പബ്ജീനെ പോലത്തെ തന്നെയുള്ള ഒരു ഗെയിം നമുക്ക് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ പി സിയിൽ ഏകദേശം 2-4 GB റാം ഉണ്ട്, അതുപോലെ തന്നെ 2 GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പബ്ജീൻ്റെ ലെവലിൽ വരുന്ന, അല്ലെങ്കിൽ പബ്ജീനെക്കാട്ടും കൂടി ബെറ്ററാണെന്ന് നിങ്ങൾക്ക് പറയാം, ആ ലെവലിൽ വരുന്ന ഗെയിം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അതിൻ്റെ പേരാണ് നൈവ്സ് ഔട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് നൈവ്സ് ഔട്ട്. അപ്പോൾ നമ്മളെ ഗൂഗിളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. മൊബൈലായാലോ പി സിയിലായാലോ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് സ്മൂത്തായിട്ട് തന്നെ പബ്ജി കളിക്കുന്ന പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. നൈവ്സ് ഔട്ട് എന്നുള്ള ഏകദേശം കുറച്ച് കാലത്ത് ഇറങ്ങിയതാണ്. ഇതിന് ഇനീഷ്യൽ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 14 നവംബർ 2017 ഇത് മൈക്രോസോഫ്റ്റിൽ വിൻഡോസ്, പ്ലേ സ്റ്റേഷൻ അങ്ങനെ എല്ലാതരം ഇതിൻ്റെ അകത്ത് ഇറങ്ങിയത്. ബാറ്റിൽ റോയൽ ഗെയിമാണ്, തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിമും. അതിന് ഇത് ഇറക്കിയത് നെറ്റീസിൻ്റെ ഹോങ്കോങ്ങിലുള്ള ഒരു നെറ്റീസ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ആക്കാമെന്ന് കൂടി ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ അധികം ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആദ്യം ഒരു നൈവ്സ് ഔട്ട് ഗെയിം ഡൗൺലോഡ് എന്നുണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നൈവ്സ് ഔട്ടിൽ ഗൂഗിൾ പ്ലേയിലെ സോഫ്റ്റോണിക്ക് ഇവിടെയൊക്കെ പോയി ഡൗൺലോഡ് ആവും. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, വൈറസ് അല്ലെങ്കിൽ മാൾവെയർ വൈറസ് ഒക്കെ നിങ്ങളുടെ പി സിയിലേക്ക് കയറി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് നൈവ്സ് ഔട്ട് എങ്ങനെ ഡൗൺലോഡ് ആക്കാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടതുള്ള നെറ്റീസ് ഗെയിംസ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇറ്റ് മീൻസ് ഈ ഹോങ്കോങ്ങിലുള്ള സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കിയ നെറ്റീസ് ഗെയിംസ്. അതിൻ്റെ ജസ്റ്റ് ടൈപ്പ് നെറ്റീസ് ഗെയിംസ് ഉണ്ട്, നമ്മളെ ബ്രൗസറിൽ പോയി ടൈപ്പ് ചെയ്താൽ അതിൻ്റെ വെബ്സൈറ്റ് വരും. ഫസ്റ്റ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, കുറേ ഗെയിംസ് കാണുന്ന സ്ക്രോൾ ഡൗൺ. ഇതിൻ്റെ ഓലിപ്പോൾ പോപ്പുലറായിട്ടുള്ള 3 ഗെയിംസ് കാണാൻ പറ്റും. അതിൽ തൊട്ടതായ ഒരു ഓൾ ഗെയിംസ് ഉള്ള ഒരു ഓപ്ഷൻ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെറ്റീസിൻ്റെ ഫുൾ ഗെയിം പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമുക്ക് നെറ്റീസിൻ്റെ ഗെയിംസൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ബ്ലഡ് സ്ട്രൈക്ക് അത്യാവശ്യം ഒരു ഹൈ എൻഡ് PC അല്ലെങ്കിൽ മീഡിയം ലെവൽ PC ഒക്കെ കളിക്കാൻ പറ്റുന്ന രീതി ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറം നൈവ്സ് ഔട്ട് എന്നുള്ള കാണാൻ പറ്റും, ഒരു ബാറ്റിൽ ഗെയിം. അതിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻ്റർഫേസിലേക്ക്, മീൻസ് ഉള്ളുള്ള ഇൻ്റർഫേസിലേക്ക് നമ്മുടെ നെറ്റീസിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാർഡിൽ ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട്. ഓക്കെ, ഇപ്പോൾ മൊബൈൽ വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ, PC വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ഇപ്പം മൊബൈൽ വെർഷൻ കിട്ടാത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് മൊബൈലും PC വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ PC വെർഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ PC വെർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, PC വെർഷൻ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇത് കയറി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ നൈവ്സ് ഔട്ട് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 310 MB ആണ് ജസ്റ്റ് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമുള്ളത്. അപ്പോൾ നൈവ്സ് ഔട്ട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ സെറ്റപ്പ് ഡൺ ആവണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് വെയിറ്റിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൈം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മച്ചാമറെല്ലാം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PC ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനിലാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ, ഏതെങ്കിലും വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ജസ്റ്റ് 1 ഡേ പോട്ടെ 20 ഹവേഴ്സിനുള്ളിൽ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാവരും മിസ്സാക്കാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്, പുതിയൊരു PC ഒക്കെ വാങ്ങിയാൽ ലോൻ്റെ PC കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡൗട്ട്സൊക്കെ ക്ലിയർ ആണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ എൻ്റെ ഇൻസ്റ്റ ID അവിടെ താഴെ കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ അകത്ത് മെസ്സേജ് ആയാൽ നിങ്ങൾക്ക് എൻ്റെ DM വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നൈവ്സ് ഔട്ടിൻ്റെ ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ഫയൽസ് അത് ആക്സസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം വിൻഡോസ് നമ്മളെ ക്രോം ക്ലോസ് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മളെ ഫയൽസ് ഇപ്പോൾ ഒരു ഡൗൺലോഡ്സിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇതുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. ഓക്കെ,
അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്റ്റിൽ ലാഗ് വന്ന പോലെ. ഓക്കെ, ലാഗൊന്നുമില്ല. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാക്കിലുള്ള ഫയൽ എക്സ്പ്ലോറർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ നൈസോട്ടിൻ്റെ ഈ ഫയൽ തുറന്നു തരാൻ വന്നിരിക്കുന്നത്. യൂസർ അഗ്രിമെൻ്റ് ആണ്, നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചെയ്യുന്നത്. ആ റിജക്റ്റ് ചെയ്ത് നമുക്ക് ഗെയിം ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് എവിടെയാണോ ഇത് വേണ്ടത് അത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അതിൽ പറയേണ്ടത് ഓക്കെ ഇൻസ്റ്റാൾ കൊടുത്താൽ അതിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫയൽ കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ ആയിപ്പോൾ. കാരണം ഇതെന്ന് വെച്ചാൽ എവിടെയും ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണ്. മീൻസ് ലീഗൽ മീൻസ് ഒരു നോർമലായ ഗൂഗിളോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ നമ്മളെ ഗൂഗിൾ ക്രോമിൽ വെബ്സൈറ്റിലൊന്നും അടിച്ചാൽ കിട്ടാതാണ്. ഇതൊരു വെബ്സൈറ്റിനുള്ളിൽ പോയിട്ട് വെബ്സൈറ്റിൻ്റെ അതുപോലെ ഹോങ്കോങ് വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ് നൈസോട്ട്. അതുകൊണ്ട് ഇത് എക്സിറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് എക്സിറ്റ് അടിക്കാണ്ട് ഫുൾ ഡൗൺലോഡ് ചെയ്യുന്നവരെ കാത്തിക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡായിട്ട് ബാക്കി കാണാം. അപ്പോൾ ഏകദേശം നൈസോട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നൈസോട്ടിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരികയാണ്. ഓക്കെ, ഇതാണ് നൈസോട്ടിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോ അല്ലെങ്കിൽ ലോഞ്ചർ എന്നൊക്കെ പറയില്ല. നമ്മളൊരു ഗെയിം ലോഞ്ച് ആക്കുമ്പോൾ അതിന് വേണ്ട ഇൻ്റർഫേസിൽ ലോഞ്ചറൊക്കെയാണിത്. അപ്പം അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെയിറ്റ്, ജസ്റ്റ് ഡൗൺലോഡ് ആയി കഴിയട്ടെ. അപ്പം നമ്മൾ നൈസോട്ടിൻ്റെ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ നൈസോട്ടിൻ്റെ ലോഞ്ചറിന് നേരെ സ്റ്റാർട്ട് ഗെയിം കൊടുത്ത് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് നൈസോട്ടിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ഏവർക്കും ബൈ.